ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കോമ്പോസിറ്റ് ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ച് അഥവാ CISR. ഇതൊരു ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചാണ്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ അകത്തോട്ട് കയറി നമുക്ക് അകത്തോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം. പ്രത്യേകിച്ച് കാണാനായിട്ടുള്ള ടാർഗറ്റും പിന്നെ അവിടെ ഫയർ ചെയ്യുന്ന ഏരിയ ഒക്കെ തന്നെയായിരിക്കും. അപ്പം ഇതാണ് അകത്ത് കയറിയിട്ടുള്ള ടോട്ടൽ ഔട്ട്ലുക്ക്. ഈ നിരത്തി വെച്ചിരിക്കുന്നതൊക്കെ ടാർഗറ്റുകളാണ് കേട്ടോ. മൂവിങ് ടാർഗറ്റുകളുണ്ട്, പോപ്പിംഗ് അപ്പ് ടാർഗറ്റുകളുണ്ട്. ഇപ്പം എന്തെങ്കിലും ഷൂട്ടിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ നടക്കുമ്പോൾ ഇതിനകത്ത് വെച്ചാണ് നടക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫയർ ചെയ്യാൻ പോകുന്ന 2 ടാർഗറ്റുകളായി തൂക്കിയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ പേര് റൂബിയ ടാർഗറ്റ്സ് എന്നാണ്. ആ നീല കാണുന്നത് മൊത്തം ഹോസ്റ്റേജും പുറകിൽ നിൽക്കുന്ന കളേഴ്സ് ഉള്ളതുമാണ് ടാർഗറ്റ് കേട്ടോ. നമ്മൾ ഫയർ ചെയ്യേണ്ടത് ടാർഗറ്റിന് മാത്രമാണ്. ആ നീലയിലുള്ള എവിടെ ഫയർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മൈനസ് പോയിൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് കോമ്പറ്റീഷൻ ലെവലിലായാലും ടെസ്റ്റ് ആയാലും നമുക്ക് ഫയറിംഗ് പ്രാക്ടീസ് നടക്കുക. അപ്പോൾ ഈ ഇരിക്കുന്ന 2 വെപ്പൺസാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ടായും ഡെയിലി വെപ്പൺസായിട്ടായാലും യൂസ് ചെയ്യുന്നത്. ഒന്ന് പിസ്റ്റൽ ഗ്ലോക്ക് 19 USA മെയ്ഡാണ്. ഒന്ന് MP5 എന്ന് പറയുമ്പം നമുക്ക് PUBGയിലൊക്കെ കിട്ടിയിട്ടുണ്ടാകുന്ന ഇപ്പോൾ കളിക്കുന്നവർക്കൊക്കെ അറിയാം. MP5 എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നതാണ് 9mm റൗണ്ട്. അതാണ് നമ്മൾ ഫയറിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഫയർ സെറ്റായിട്ടുണ്ട്, പുള്ളി ലോഡ് ചെയ്യുകയാണ്. വിത്തൗട്ട് സപ്പോർട്ടിംഗ് ഫയറും ഉണ്ട്. അപ്പം നമ്മളിന്ന് സപ്പോർട്ടിംഗ് ഫയറാണ് ചെയ്യുന്നത്. അപ്പം വിത്ത് സൈറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഹോളോഗ്രാഫിക് സൈറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഫയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നൈറ്റ് ഫയറും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഡേ ഫയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഫയറാണ്. അപ്പോൾ നൈറ്റ് ഫയർ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം ഡേ ഫയർ കഴിഞ്ഞു, പുള്ളി 2 റൗണ്ട് ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ നൈറ്റ് ഫയറിലേക്ക് പോകാം. നൈറ്റ് ഫയറിൽ ഫുൾ ഇരുട്ടായിരിക്കും കേട്ടോ. എന്തുകൊണ്ട് ഇരുട്ടെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം നൈറ്റ് ഫയർ എന്ന് പറയുമ്പോൾ രാത്രി ഫയർ ചെയ്യുന്നത്. ആ ബുള്ളറ്റ് റൗണ്ട് ചെയ്യുന്ന ആ തീ മാത്രം നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ? അപ്പം ഇനി നമുക്ക് നൈറ്റ് ഫയർ എങ്ങനെ ഫയർ ചെയ്യുന്നത് നമുക്ക് ഇതുവഴിയാണ്. ഹോളോഗ്രാഫിക്സ് സൈറ്റ് അല്ലെ നമ്മുടെ മോണോക്കുലർ എന്ന് പറയുന്ന സാധനം ഹെഡ്മെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് അതുവഴി നോക്കിയിട്ടാണ് ഫയർ ചെയ്യുന്നത്. അപ്പം മോണോക്കുലറിനകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൽ നല്ല ഈ കാണുന്ന പോലെ ആയിരിക്കും കാണുക. ടാർഗറ്റും എനിമീസും സറൗണ്ടിങ്സും എല്ലാം നല്ല ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ഫയറർ അത് ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഫയറർക്ക് നല്ല ഈസി ആയിട്ട് കണ്ടിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല പിസ്റ്റൽ നൈറ്റ് ഫയർ ചെയ്യുകയാണ്. അപ്പം പുള്ളിയുടെ മോണോക്കുലർ ഇല്ല, കാരണം അത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം ടാർഗറ്റ് കാണാൻ വേണ്ടി ഒരു ടോർച്ച് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിത്